ഇതെന്തുവാ ചേട്ടാ, ക്ലാസ്സിൽ വന്നാണോ ബെല്ലൊക്കെ അടിക്കുന്നേ? ഇന്ന് ഈ സ്കൂളിൽ രാജൻ മാഷും നിങ്ങൾ കുട്ടികളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനവിടെ ഇരിക്കാം. ഇന്ന് ഈ കളി ഞാൻ ജയിക്കും. എടാ എടുത്തോട്ടോ, എടാ വലത്തോട്ടോ, എടാ വെടി വെക്കട്ടെ. അയ്യോ, വെടി വെക്കല്ലേ. എന്തുവാടേ ഇത്? അപ്പം വെടി വെക്കുന്നു പറഞ്ഞതോ? എടാ ഞാൻ കളിക്കുവല്ലേ. എടാ, ഇവന്മാരിതാ വീണ്ടും ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു. രണ്ട് സിപ്പ് വാങ്ങിത്തരാം. ആ എന്നാ ഓക്കെ. എടാ, ഇന്നലെ എന്തായിരുന്നടാ പരിപാടി? എടാ, ഞാൻ ഇന്നലെ സൂര്യന്റെ സിനിമക്ക് പോയടാ. അത് ഇന്നലെ തന്നെ പൊട്ടി. എന്നാ പൊട്ടാൻ ചില്ലുളാസം. ഓ, പ്രാർത്ഥനയും കഴിഞ്ഞ് ബെല്ലും അടിച്ചു. എന്നിട്ട് ഒരുത്തന് വരാൻ കണ്ട സമയം കണ്ടില്ലേ? ഞാൻ എപ്പോഴും സമയത്ത് വരാറ്. നീ എപ്പോഴാ സമയത്ത് വന്നിട്ടുള്ളത്? ഞാൻ എപ്പോഴും സമയത്തിന് തന്നെയാ വരാറുള്ളത്. നീ സമയത്തിന് വരാറില്ല. ഇപ്പൊ സമയത്തായി 10:05 സമയല്ലേ? ഓ, ഇവനെ കൊണ്ട് സൈലൻസ്. ഗുഡ് മോർണിംഗ് സാർ. ആ, ഗുഡ് മോർണിംഗ്. അവിടെ ഇരി മക്കളെ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എന്തിനാന്നറിയാമോ? പിന്നെ സാറേ, നമ്മളെ ക്ലാസ്സിലെ ഓട് പൊട്ടിയിട്ട് മാറ്റാൻ ആള് വരുന്നോണ്ടല്ലേ? ആ, വെരി ഗുഡ്. അതുകൊണ്ട് ഇന്ന് ഈ ക്ലാസ്സിൽ ഞാനും നിങ്ങൾ മാത്രമേ കാണൂ. നിങ്ങളുടെ ഒരു കളിയും ഒന്നും നടക്കൂല. കണക്കും ചരിത്രവും മലയാളവും എല്ലാം ഞാൻ തന്നെ എടുക്കും. അതിലും ഭേദം ഞങ്ങളെ കൊല്ലുന്നതല്ലേ സാറേ? ഇതിലും വേദം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അതാകുമ്പോൾ മ്യൂട്ടെങ്കും ചെയ്ത് വെക്കായിരുന്നു. ഓ, നിനക്കൊന്നും ഓൺലൈൻ ക്ലാസ് മടുത്തില്ലടാ. ഓൺലൈൻ ക്ലാസ് എടുത്തെടുത്ത് തന്നെ 3 ഫോണാ പൊട്ടിയത്. അത് സാറ് ക്ലാസ്സിന്റെ ഓർമ്മയ്ക്ക് ഡസ്റ്റർ എടുത്തെറിഞ്ഞിട്ടല്ലേ? ആ, അതൊക്കെ ഒരു കാലം. സാറേ, ജിയോ സാറേ, നെറ്റ് കിട്ടില്ല. സാറേ ഇവിടെ 8 റേഞ്ചിലാ. സാറേ ജിയോ സിം ആ? കിട്ടുന്നില്ലല്ലോ, ക്ലിയർ. ആ, ആചർ വിളിക്കാം. അഖിലുണ്ടോ? ഇവനുണ്ടോ? ഇരിക്കോ സാറേ? എടാ പൊട്ട, എന്നെയാടാ വിളിച്ചേ. ഹാജർ. മുഹമ്മദ് ഉണ്ടോ? ഹാജിയാർ. ആചാരല്ല മുസ്ലിയാര്. അങ്ങ് മര്യാദക്ക് അങ്ങ് പറയടാ. ആ, ഹാജർ. അനന്തും ഉണ്ടോ? പ്രസിഡന്റ് സാർ അല്ല, പ്രസന്റ് സാർ. ഉള്ളതിനെയും കൊണ്ട് മുമ്പോട്ട് പോവാം. ആ മക്കളെ, അപ്പം നമുക്ക് പഠിച്ചു തുടങ്ങാം. ബയോളജിന്ന് കുറച്ച് ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കാം. സസ്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നത് എവിടെ? അറിയോ? ഇല്ല. ഇല്ല ഇല. ശരി ഉത്തരം. അവിടെ ഇരി. പക്ഷിശാസ്ത്ര ഗവേഷണത്തിൽ പരിഹാരം കണ്ടെത്തുന്നത് ആര്? വവ്വാല്. വവ്വാല? ആ പുള്ളിക്കല്ലേ സാറേ മറ്റേ കോട്ടയ്ക്കുള്ളത്? ആ, അത് ശരിയാ സാറേ. എടാ, വവ്വാലല്ലടാ, പക്ഷിശാസ്ത്ര ഗവേഷകരാടാ. ആ, ഇത് വേറെ ഏതോ കിളിയാ. അയ്യോ സാറേ, ഇവനിതാ ക്ലാസ്സിൽ ഡ്രില്ലിംഗ് മിഷൻ കൊണ്ടുവന്നിട്ടാ. ഡ്രില്ലിംഗ് മിഷനോ? നീ എന്തിനാടാ ക്ലാസ്സിൽ ഡ്രില്ലിംഗ് മിഷൻ കൊണ്ടുവന്നത്? അത് പിന്നെ സാറല്ലേ പറഞ്ഞേ വൈകിട്ട് ആമ്പിളി മിസ് ഡ്രില്ലിങ്ങിന്റെ ക്ലാസ് തരുന്നത്. എടാ, അംബ്ലേസ് ലാസ്റ്റ് പീരീഡ് ഡ്രില്ലിങ്ങിന്റെ ക്ലാസ് ആയിരുന്നല്ല പറഞ്ഞത്, ഡ്രിൽ പീരീഡ് ആയിരുന്നാ പറഞ്ഞത്. അവനൊരുത്തൻ ഡ്രില്ലിംഗ് മിഷനും പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നു. ബുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കടാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കർത്താവ്, കർമ്മം, ക്രിയ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാവി, ഭൂതം, വർത്തമാനം. അപ്പൊ നമുക്ക് വർത്തമാനത്തിൽ തുടങ്ങാം. ഓ എടാ, ഞാൻ ഗ്രാമറിന്റെ കാര്യാടാ പറഞ്ഞത്. ബുക്കിംഗ് എടുക്കടാ. വരാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാവി കാലം. അപ്പോ എന്റെ കുഞ്ഞമ്മി മക്കളും. കുഞ്ഞമ്മി മക്കളോ? ആ, അവരാ ഗൾഫീന്ന് വരാനിരിക്കുന്നേ. നിന്റെ മുട്ടുകാലൊക്കെ തന്നാലുണ്ടല്ലോ അവന്റെ ഒരു കുഞ്ഞമ്മയും മക്കളും. നീ ആ പര്യായം പറഞ്ഞടാ. സ്ത്രീ, അമ്മ, അമ്മ, നാരി,
കുഞ്ഞമ്മ, അമ്മായി, ഒരുത്തി. ആ അവിടെ ഇരി. നീ പറഞ്ഞടാ. വനം. കാണണം. ആ നിന്നെ ഞാൻ കാണുന്നുണ്ട്. എടാ കാണണല്ലടാ, കാനനം. കാനനം, കാട്, മുതുകാട്. മുതുകാടല്ലടാ, നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന എന്റെ ഗതികാടാടാ. നീ ആ പദ്യം ചൊല്ലിയടാ. പല പല നാളുകൾ പല പല അതെന്തായിരുന്നു സാറേ? ആ നിനക്ക് ഇനിയിപ്പൊ ഞാൻ പദ്യം കൂടി പഠിപ്പിച്ചരാ. അവിടെ ഇരി. നീ ആ 3ന്റെ പട്ടിക ചൊല്ലിയടാ. 1 3 3 2 3 1 3 3 2 3 3 ആ സാറെന്ന് ചൊല്ലി നോക്കിയേ. ഇപ്പൊ കേട്ടോളണം. 1 3 3 2 3 ആ ശരിയാ. ആ അതന്നെയല്ലേ ഞാനും പറഞ്ഞേ. ആ മതി, നീ ഒന്ന് കണക്ക് പഠിക്കണ്ട. ആ ചരിത്രത്തിന്റെ പുസ്തകം ഇങ്ങെടുത്തടാ. നീ ആ 1-ാം ലോക അല്ല വേണ്ട 2-ാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പറഞ്ഞേ. അത് പിന്നെ സാറേ, 1-ാം ലോക മഹായുദ്ധം സംബന്ധിച്ച് 2-ാം ലോക മഹായുദ്ധം എളുപ്പമായിരുന്നു കേട്ടോ. അത് ഈ 1-ാം ലോക മഹായുദ്ധത്തിൽ കുറെ ആൾക്കാർ മരിച്ചല്ലോ. അപ്പൊ അവരൊന്നും 2-ാം ലോക മഹായുദ്ധത്തിനില്ലല്ലോ. ഒരു 4-4:30 ഒക്കെ ആയപ്പോ അവര് വാളെല്ലാം കഴുകി വെച്ച് വീട്ടിൽ പോയി. ചരിത്രം വേണ്ട, മടക്കി വൈ. പകരം ആ ഭൂമിശാസ്ത്രത്തിന്റെ ബുക്കിംഗ് എടുത്തടാ. അശ്വിനെ മോനെ, മഴ എങ്ങനെയുണ്ടാകുന്നത്? മഴയല്ലേ സാറേ? ആ അതെ, മഴ. കടലിലെ വെള്ളം സൂര്യാതാപമേറ്റ് നീരാളിയായി. നീരാളിയോ? എടാ നീരാളി അല്ലടാ, നീരാവി. ആ നീരാവി ഇരുചെവി അറിയാതെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും അറിയാതെ അങ്ങ് മോളിൽ ചെല്ലും. മുകളിൽ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് താഴോട്ടൊരു കീച്ചു. അതാണ് മഴ. നിന്റെ മുട്ടുകാരി ഒക്കെ ഒരു കീച്ച് തരട്ടെ. അവിടെ ഇരി. നീ ആ ഗ്ലോബിങ് എടുത്തിട്ട് വന്നേടാ. ഗ്ലോബോ? ആ അവനൊരുത്തൻ അത് കേട്ടിട്ടും കൂടിയില്ല. എടാ അതാ നീലപ്പന്തില്ലേ, ആ കറങ്ങുന്ന സാധനം. ഇതാ സാറേ ഗ്ലോബ്. ആ അപ്പൊ മക്കളെ, ഇതാണ് ഗ്ലോബ്. ഈ കാണുന്നതാണ് പാകിസ്ഥാൻ. സാറേ ഇടിക്കട്ടെ. എന്തിനെ? സാറല്ലേ പറഞ്ഞു നമ്മുടെ ശത്രുരാജ്യാന്ന് പാകിസ്ഥാൻ എന്നും വിചാരിച്ച് നീ ഇത് അടിച്ചു പൊളിച്ചാൽ നീ ഇതിന്റെ പൈസ എടുക്കുവോ? ആ എന്നാ അവിടെ ഇരി. ഈ കാണുന്നതാണ് ശ്രീലങ്ക. ഏതാ സാറേ? ഇന്ത്യൻ്റെ മൂട്ട് കിഴങ്ങ് പോലെ ഇരിക്കുന്നതാണോ? ആ അത് തന്നെ. എടാ, നമ്മളെങ്ങാനും പിടിവിട്ട അത് മറിഞ്ഞ് വെള്ളത്തിൽ പോവും. ആ പരുവത്തിൽ നിൽക്കുക. അവിടെ ഇരുന്നേടാ. ശ്രീലങ്ക പറഞ്ഞ് വെള്ളത്തിൽ പോകും പോലും. അതൊക്കെ വിട്. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആയി ഫലമുള്ള മരത്തിന് കീഴൊന്നും അങ്ങനെ പോയി ഇരിക്കരുത് സാറേ. ഓ എടാ, ഞാൻ ഡേറ്റ് ആടാ ചോദിച്ചതേ. സാർ ഇത് എന്ത് വർത്താനായി പറയുന്നേ? ഒരാളുടെ തലയിൽ ആപ്പിൾ വീണിട്ട് അയാൾ അത്യാവശ്യ നിലയിൽ കിടക്കുമ്പോഴാണ് സാറ് ഡേറ്റ് നോക്കുന്നേ? എടാ, നിന്നെയൊക്കെ പഠിപ്പിക്കേണ്ട കഴിവ് എനിക്കില്ല. നിന്നെയൊക്കെ പോലത്തെ ഒരു കുരുത്തം കെട്ട ക്ലാസ് എന്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. മതി, നീയൊക്കെ പഠിച്ച ഓവറായി. ഞാൻ പോണു. ബൈ സാർ. നാളെ വരണേ.